വേണു സാർ, നിലമ്പൂരിലെ അവസ്ഥയാണ് നമുക്ക് പറയാനുള്ളത്. ഒരു സിനിമാ കഥ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുക, ട്വിസ്റ്റുകളും ടേണുകളും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അൻവർ ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി, അതായത് ചിലപ്പോൾ സ്ഥാനാർത്ഥിയാകും ആകാതിരിക്കുമെന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെ UDF ഇറക്കിയാൽ അൻവർ പ്ലേറ്റ് ചിലപ്പോൾ മാറും. മാത്രമല്ല LDF ഇവരുടെ തമ്മിൽ തല്ല് കണ്ട് സസൂക്ഷ്മം നിരീക്ഷിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാവുമെന്ന തരത്തിലേക്ക് പറയപ്പെടുന്നുണ്ട്. അപ്പം വലിയൊരു ട്വിസ്റ്റും ടേണും അല്ലേ നടക്കുന്നത്. എന്തായിരിക്കും ഇനി അടുത്ത നിലമ്പൂരിൽ നടക്കാൻ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നിലമ്പൂർ അൻവർ വലിയൊരു പോരിന് ഇറങ്ങിയിരിക്കുകയാണ്. അത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിണറായിസം അവസാനിപ്പിക്കണം, പിന്നെ മരുമക്കത്തായ അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും പക്ഷേ അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ നിലമ്പൂർ എൻ്റെ കയ്യിൽ നിൽക്കണമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് VS ജോയിയെ തന്നെ തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ. അതുകൊണ്ടാണ് ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോഴും പറഞ്ഞത്, ഏത് ചെകുത്താൻ വന്നാലും എനിക്ക് പ്രശ്നമില്ല, 3.5 കോടി ജനങ്ങളുടെയും സ്ഥാനാർത്ഥിയായിരിക്കും, പിണറായിസ് അവസാനിപ്പിക്കണം, മരുമക്കത്തായ അവസാനിപ്പിക്കണം, ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ആൾ ഇന്ന് പ്ലേറ്റ് മാറ്റിയത്. അപ്പോൾ കോൺഗ്രസ് ഒരു പക്ഷേ ഈ വാചകമെല്ലാം കേട്ട് വിശ്വസിച്ച് കാണും, അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിനെ കൂടെ പരിഗണിച്ചാലോ എന്നൊരു തോന്നൽ വന്നു കാണും. കാരണം കോൺഗ്രസ്സിന് ഒരു മുസ്ലിം ലീഡർ അവിടെ ആവശ്യമാണ്. അപ്പോൾ VS ജോയിക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയും, കോൺഗ്രസിൻ്റെ നേതാവായിട്ട്, കോൺഗ്രസിൻ്റെ ആളായിട്ട് അവിടെ നിന്ന് ജയിച്ചാൽ. അപ്പോൾ അതാണ് പലരും നോക്കിയത്. എന്നാൽ ലീഗിന് ഇതിലത്ര തൃപ്തിയുമില്ല. ആര്യാടൻ മുഹമ്മദായിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഭാവിയിൽ മാറുമോ, ഞങ്ങൾക്കൊരു വിനയാവുമോ എന്നൊരു ചിന്തയും അവർക്കുണ്ട്. ഇതാണ് അൻവർ ഇപ്പം മുതലെടുത്തിരിക്കുന്നത്. അൻവറിൻ്റെ ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഏത് സമയം എന്തിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആദ്യം ഡിമാൻഡ് വെച്ച് തൃണമൂലിൻ്റെ ഭാഗമാക്കണം, അതായത് സഹകരണമല്ല, തൃണമൂലിനെ അതിൻ്റെ ഒരു ഭാഗം തന്നെ ആക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതൊരു ഡിമാൻഡായിരുന്നു വെച്ചത്. അതിനകത്തൊരു കൃത്യമായൊരു മറുപടി ഇപ്പോഴും UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ അൻവർ വിചാരിക്കുന്നതൊന്ന്, പക്ഷേ കിട്ടുന്നത് വേറൊന്നാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന് അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ പറയേണ്ടിയിരിക്കുന്നത്. അല്ല, അൻവറിനെ സംബന്ധിച്ചോളം, അൻവറിനെ നമ്മൾ മുമ്പേ പറഞ്ഞു, അൻവറിനെ UDFിനകത്ത് കയറ്റിയാൽ ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ ആവും നമ്മൾ പണ്ടേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. ഏതാണ്ട് അത് അന്വർത്ഥമാകുന്ന വിധത്തിലാണ്. LDFുകാർ പറയുന്നത് അധികമായാൽ അൻവറും വിഷമെന്നാണ്. അൻവറിനെ ദൂരെ നിർത്താൻ കൊള്ളു, അടുപ്പിച്ചു കഴിഞ്ഞാൽ വിഷമാണെന്നാണ് LDFുകാരുടെ ഭാഷ്യം. ഇപ്പോൾ അതൊക്കെ ഏകദേശം ശരിയാകുന്ന തോതിലാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ടം ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിലമ്പൂർ മണ്ഡലം എൻ്റെ കയ്യിൽ നിൽക്കണം. ഇപ്പോൾ ജോയി ഒരു 8 മാസം നിന്നിട്ട് ജയിച്ച് 8-9 മാസം കണ്ട് ഇനി ഉള്ളൂ ബാക്കി. അത് കഴിയുമ്പോൾ അത് തനിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് അദ്ദേഹം ആ മണ്ഡലം എൻ്റേതായിരിക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് പയറ്റുന്നത്. ആ മണ്ഡലത്തിൽ കാരണം 1969 ശേഷം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം അവിടെ ഒരു ഇടതുപക്ഷക്കാരന് ജയിച്ചിട്ടില്ല. ഇപ്പോൾ ജയിച്ചത് 2016-ലും 2021-ലും അൻവർ എന്ന സ്വതന്ത്രനാണ് അവിടെ ജയിച്ചത്, LDF പിന്തുണയോടെ. അപ്പോൾ അൻവറിനറിയാം ആ മണ്ഡലം വളരെ സേഫ് മണ്ഡലമാണ്, കേരളത്തിലുള്ളതിൽ ഏറ്റവും സേഫ് മണ്ഡലമാണ്, CPMനെ എതിർക്കാൻ പറ്റിയ ഏറ്റവും നല്ല തട്ടകമാണ് എന്ന് അൻവറിനറിയാം. അത് തൽക്കാലം ഇപ്പോൾ ചോദിക്കാത്തത്, തൽക്കാലത്തെ സാഹചര്യത്തിൽ തനിക്ക് പിന്നെ UDFിൽ നിന്നൊരു പിന്തുണ കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ജോയിക്ക് പിന്തുണ കൊടുത്ത് അതിനുശേഷം UDFിനകത്ത് കടന്നുകൂടി തനിക്ക് 2026 ഇലക്ഷനിൽ തനിക്കിവിടെ മത്സരിക്കണമെന്ന് പറയാനും കൂടെ ഉള്ള ഒരു ഉദ്ദേശം അദ്ദേഹത്തിന് കാണും. അതാണ് അദ്ദേഹം മുൻകൂട്ടി ഇപ്പോൾ എറിഞ്ഞിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് വരികയാണെങ്കിൽ ഞാൻ രംഗത്തിറങ്ങും, ഞാനായിരിക്കും പോര് നയിക്കുക എന്ന്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തായാലും നല്ലൊരു അവസരം വീണ്ടും വന്ന് കിട്ടിയിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗുണകരമാണെന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യം വന്നത്, എനിക്ക് എത്രത്തോളം ശരിയാണെന്നറിയില്ല, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലാവസ്ഥ നമ്മുടെ യഥാർത്ഥ കാലാവസ്ഥകൾ തന്നെ ചേരുന്നുണ്ട്. നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൺസൂൺ കാലം വരുന്നു, ശക്തമായ മഴ വരാൻ പോകുന്നു. കാലാവസ്ഥയെല്ലാം ഇതിനകത്ത് നിർണായകമായി മാറിയാൽ, ഇപ്പോൾ ജൂൺ 19-നാണ് തെരഞ്ഞെടുപ്പ്, അന്ന് എന്തായാലും നമ്മുടെ കാലാവസ്ഥ എങ്ങനെയായിരിക്കും, മഴക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. മഴ ഒരു ഘടകമായാൽ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും പോളിംഗ് കുറഞ്ഞ ചരിത്രമാണ് നമുക്കറിയാനുള്ളത്. തെരഞ്ഞെടുപ്പ് പോളിംഗ് എപ്പോഴും കുറഞ്ഞിട്ട് അത് മുതലാക്കാൻ പലപ്പോഴും ഇടതുപക്ഷ ക്യാമ്പിന് സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു നേട്ടമാകാൻ ചാൻസ് ഇല്ലേ അവിടെ? അപ്പം ഇടതുപക്ഷത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുകൂലമല്ലാത്ത അന്തരീക്ഷമെന്നാണ് ഇന്നലെ വരെ എല്ലാവരും പറഞ്ഞത്. പക്ഷേ അൻവർ
ഇപ്പോൾ ഒരു കലാപക്കൊടി ഉയർത്തി നിൽക്കുന്നത് LDFന് വളരെ ഗുണകരമായി. 2-3 വിധത്തിലാണ്. ഒന്ന്, LDF ആര്യാടൻ ഷൗക്കത്തിനെ ചൂണ്ടിക്കൊണ്ട് പോയാലും അതിശയപ്പെടേണ്ടതില്ല എന്നാണ്. വേണമെങ്കിൽ ജയിച്ചു വന്നാൽ ഒരു മന്ത്രിയാക്കാൻ വരെ ആര്യാടൻ ഷൗക്കത്തിന് വാഗ്ദാനം പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇനി LDFൽ CPMൻ്റെ ഒപ്പം നിൽക്കാൻ വിഷമമുണ്ടെങ്കിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും മതി. ഇനി സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വിഷമമുണ്ടെങ്കിൽ കോൺഗ്രസ് എസ്സിലോ അതുപോലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സിൽ ചേർന്ന് NCPയുടെ ഘടകമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം ഏതെങ്കിലും നിന്നായാലും മത്സരിച്ചാൽ മതി. എന്തായാലും LDFൽ പോലെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുവെന്നാണ് ഇപ്പോൾ വളരെ നിമിഷങ്ങൾക്കകം തന്നെ LDFൻ്റെ മെസ്സേജുകൾ അങ്ങനെ പോയി എന്നുള്ളതാണ് അറിയുന്നത്. ആര്യാടനെ അത് ഇതുവരെ അത്ര തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും ആര്യാടനും തോന്നിക്കൂടായില്ല തൻ്റെ, കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ വെറുമൊരു പഞ്ചായത്ത് മെമ്പറായി, പിന്നീട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായി, അതിനുശേഷം നിലമ്പൂർ നഗരസഭ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ചെയർമാനായി ഒക്കെ ഇരുന്ന ആര്യാടൻ ഷൗക്കത്തിന് തൻ്റെ പിതാവ് പിന്നെ ഏതാണ്ട് 5 പതിറ്റാണ്ടിന് അടുപ്പിച്ച് കൊണ്ടു നടന്ന ആ മണ്ഡലം, 5 പതിറ്റാണ്ടിൽ കൂടുതലായെന്ന് തോന്നുന്നു, ആ മണ്ഡലം തനിക്ക് തരില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിഷമം തോന്നും. ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണയില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് എടുക്കുന്നയാളാണ്. മുസ്ലിങ്ങൾക്കിടയിലും 55% മുസ്ലിങ്ങളുണ്ട് അവിടെ. ലീഗ് അപ്പോഴും അത്തരത്തിലൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നൊരു പരാമർശം. ലീഗിൻ്റെ ഭയം ആര്യാടൻ ഷൗക്കത്ത് നാളെ ആര്യാടൻ മുഹമ്മദായി മാറുമോ, കോൺഗ്രസിൻ്റെ അടിയുറച്ച ഒരു നേതാവായി മലപ്പുറത്ത് അദ്ദേഹം വളർന്നു വന്നാൽ ലീഗിൻ്റെ തട്ടകത്തിൽ ഒരു മുസ്ലിം നേതാവ് കോൺഗ്രസ്സിന് ജനിച്ചു വന്നാൽ അല്ലെങ്കിൽ വളർന്നു വന്നാൽ അത് പഴയ ആര്യാടൻ മുഹമ്മദിനേക്കാൾ അപകടകരമാകുമോ എന്നുള്ളതാണ് അവരുടെ ഭയം. ആര്യാടൻ ഷൗക്കത്തിന് പലവിധ പരിവേഷങ്ങളുണ്ട്. സിനിമ, സാഹിത്യം, സാംസ്കാരിക ബന്ധം എന്നിവയൊക്കെ ഉണ്ട്. ഒരു മിതവാദിയാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ അത്ര വാളെടുത്ത് വെട്ടുന്ന ശീലവുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് ചിലപ്പോൾ മുസ്ലിം ജനസമൂഹത്തിനിടയിലും അവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു ജനവിഭാഗത്തിൻ്റെ ഇടയിലും ഒരുപോലെ പേരെടുക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് ഒരു വലിയ നേതാവിനെ തങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നതാവില്ലേ എന്ന ഒരു ഭയം മുസ്ലിം ലീഗിലെ ഒരു ചെറിയ വിഭാഗത്തിനല്ല വലിയ വിഭാഗത്തിനുണ്ട്. അതാണ് അൻവർ ഇപ്പോൾ ഒരു ബഹളം ഉണ്ടാക്കുന്നത്. അൻവറിൻ്റെ ശബ്ദം അൻവറിൻ്റേത് മാത്രമല്ല, കോണി വെച്ച് ആരോ അൻവറിനെ മുകളിൽ കയറ്റി പറയിക്കുന്നതാണ് എന്നൊരു സംശയം വളരെ ശക്തമായിട്ടുണ്ട്. ഇതെല്ലാം മുതലാക്കാനായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ പ്രതീക്ഷകളാണ് 2026 മൂന്നാം ഊഴം. അപ്പോൾ അതിനവർക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിടിച്ചടക്കേണ്ടതുണ്ട്. അത് ലോക്കൽ ബേസൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ചിലപ്പം കുറേ സീറ്റുകൾ മാത്രമല്ല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പഞ്ചായത്തുകളും ഒക്കെ പിടിച്ചടക്കാൻ കഴിഞ്ഞേക്കുമെന്നും അവർക്ക് ഒരു ഉറപ്പുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് വന്ന് ചാടിയ ഈ നിലമ്പൂർ അവർക്കൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇന്നലെ നിന്ന പോലത്തെ കോൺഗ്രസും അൻവറും ഒക്കെ ഒത്തുനിന്നാൽ അവിടെ ഒരു വിജയം അത്ര എളുപ്പമല്ല കോൺഗ്രസിനെ, LDFനെ സംബന്ധിച്ചിടത്തോളം. അത് കോൺഗ്രസ്സിന് ഒരു വലിയ ഗുണമാകും. അടുത്ത ഇലക്ഷനിൽ വലിയൊരു മേൽക്കൈ കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ ചിത്രത്തിലെ ഇല്ല എന്ന് കരുതി ഇരിക്കുന്ന BJPക്ക് ഇവിടെ ഒരു കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് തോന്നുന്നുണ്ട്. അതായത് ക്രൈസ്തവ വോട്ടുകൾ എന്തായാലും, അതുപോലെ തന്നെ പിണറായിസത്തെ എതിർക്കുന്ന ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്ക് പോവുകയാണെങ്കിൽ അത് സാരമായിട്ട് ഈ ഒരു പാർട്ടികളെ ബാധിക്കില്ല. വലിയ രീതിയിൽ വേണമെങ്കിൽ ഒരു BJP സ്ഥാനാർത്ഥി നിർത്താതെ തന്നെ വേണമെങ്കിൽ അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പാർട്ടികൾ അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ വലിയ രീതിയിൽ സ്വാധീനിക്കില്ല ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിൽ BJP ന്യൂട്രലായി നിന്നാലും അതും ഒരു പുതിയ പരീക്ഷണമായിരിക്കും. കാരണം BJPയുടെ വോട്ട് എന്ന് പറയുന്നത് ഇപ്പം പഴയ 8500 അല്ല, 10,000 മേൽ, ഒരു 15,000 വോട്ടെങ്കിലും അവർക്ക് ഇപ്പോഴുണ്ടെന്നാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. ആ വോട്ടുകൾ കോൺഗ്രസും CPMുമായി മാറി നിന്ന് മത്സരിക്കുമ്പോൾ എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ചിന്ത എല്ലാ മുന്നണികൾക്കും ഉണ്ട്. അത് ഒരു പക്ഷേ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്ന UDFനാകാൻ ചാൻസ് കുറവാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് LDFന് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സന്ദർഭവും. അതോടൊപ്പം LDFനൊരു പാഠവും മനസ്സിലാകും. BJPയുടെ ഒരു സ്റ്റാൻഡ് തങ്ങളുടെ മൂന്നാം ഊഴത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. BJP അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാലും ഈ 15,000 വോട്ട് UDFയിലേക്ക് പോകാതെയും ഒക്കെ നിന്നാൽ അതും ഗുണമാണ്.
അതല്ലാതെ ഇരുന്നാലും തനിക്ക് ഗുണമാകുന്ന വിധത്തിൽ വന്നാൽ പകുതിയെങ്കിലും കിട്ടിയാൽ അതും ഗുണമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന LDFകാർ വളരെയുണ്ട്. BJPയിലും പലവിധ ചിന്തകളുണ്ട്. മത്സരിക്കണോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ, അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളില്ലെങ്കിൽ കാസയെ പോലുള്ള ആരുടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി, സ്വതന്ത്രനെയോ മറ്റോ നിർത്തി മത്സരിപ്പിക്കാനും ഒക്കെ അവരും ആലോചിക്കുന്നുണ്ട്. നേരിട്ട് ചിലപ്പോൾ BJP ഇപ്പോൾ ഈ വൈകിയ വേളയിൽ ഇത്രയും പണച്ചെലവും എഫേർട്ടും എടുത്ത് ഒരു 8 മാസത്തേക്കായിട്ടൊരു ഫൈറ്റിന് പോയി അവിടെ എന്തായാലും ജയിക്കാൻ ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ തോക്കുന്ന ഒരു പിക്ചറിലേക്ക് പോകാതെ ഒരു മുസ്ലിം സ്വതന്ത്രനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളിനെയും BJP പരീക്ഷിച്ചേക്കാം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഇന്നലത്തെ അവസ്ഥയല്ല ഇന്ന്. കോൺഗ്രസ് സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്ത് ചിലപ്പോൾ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ ചിലപ്പോൾ LDFൻ്റെ സ്വതന്ത്രനായാൽ അത് LDFന് മൂന്നാം ഊഴത്തിന് വളരെ എളുപ്പമുള്ള ഒന്നായി മാറും. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഷൗക്കത്ത് നമുക്കറിയാം ഒരു മിതവാദിയാണ്. അധികം എന്താ പറയുക, ഇതിനു വേണ്ടി അങ്ങനെ വാദം ഉന്നയിക്കുന്ന, എനിക്ക് കിട്ടിയേ തീരുമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു പിടിവാശിക്കാരനല്ല. മാത്രമല്ല അങ്ങനെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു. മാത്രമല്ല ഏത് അവസ്ഥയുണ്ടായാലും കോൺഗ്രസ് വിട്ട് പോകില്ല എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പാരമ്പര്യവും അദ്ദേഹത്തിനെ ആ കാര്യങ്ങൾ കൊണ്ട് നിലനിർത്തുന്നുണ്ട്. അങ്ങനെ ഒരാൾ നിൽക്കുന്നു. അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തെ മറികടന്ന് ഒരുപക്ഷെ അൻവറിന് പ്രാധാന്യം കൊടുത്താലോ, ഷൗക്കത്തോടെ സേഫായി ഇരിക്കുമല്ലോ എന്ന് കരുതി അൻവറിന് ഒരു പ്രാതിനിധ്യം കൊടുക്കാമെന്ന് UDF കരുതി കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ഇതിനകത്ത് സ്വാധീനിക്കുന്നുണ്ട്? എല്ലാ കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ഒരാളുടെ ഫ്യൂച്ചർ അയാൾ എപ്പോഴും നോക്കും. ഇപ്പം നമ്മൾ തരൂരിൻ്റെ കാര്യത്തിൽ പറയാറില്ലേ, തരൂർ കാല് മാറില്ല, പക്ഷേ നിവൃത്തിയില്ലാതെ വന്ന് എന്ത് ചെയ്യും? അപ്പോൾ അതുപോലെ ആര്യാടൻ ഷൗക്കത്തിനും ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിന് വളരെ സ്വാധീനമുള്ള, ഇപ്പോഴും ആര്യാടൻ മുഹമ്മദിനെ ആദരിക്കുന്ന, സ്നേഹിക്കുന്ന അനവധി പേർ നിലമ്പൂരുണ്ട്. അതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. നേരിട്ടറിയാം. ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തിത്വത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹം അത്രയ്ക്ക് ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യനായിരുന്നു. പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിൽ, തൊഴിലാളിയുടെ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായി ഇറങ്ങുന്ന ഒരാളായിരുന്നു. മന്ത്രിയാണേലും MLA ആണേലും ഒന്നും അല്ലെങ്കിലും അദ്ദേഹം അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്ന ഒരാളായിരുന്നു. മരണം വരെ അദ്ദേഹം അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് അവിടെ ഒരു ബേസ് ഉണ്ട്. ആ ബേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സേഫായിട്ടുള്ള കേരളത്തിലെ മണ്ഡലം അതാണ്. ആ മണ്ഡലത്തിൽ തനിക്ക് കാലുകുത്താൻ അവസരം കിട്ടില്ല എന്ന് വരുന്നു. അവിടെ ജോയിയെ പോലെ ചെറുപ്പക്കാരനെ നിർത്തുന്നു. അപ്പം നാച്ചുറലി അടുത്ത തവണയും ജോയിക്ക് ഒരു ക്ലെയിം വരികയാണ്, ഞാൻ ആകെ 8 മാസമേ ഇവിടെ MLA ആയിരുന്നുള്ളൂ, അതുകൊണ്ട് ഈ ഇലക്ഷനിൽ എനിക്ക് വേണമെന്ന് പറയാനുള്ളൊരു ചാൻസും കൂടെ വരികയാണ്. അപ്പോൾ അതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാവി അസ്ഥാനത്താവുകയും ബുദ്ധിമുട്ടിലാവുകയും ചെയ്താൽ ആര്യാടൻ ഷൗക്കത്തിന് പിന്നെ LDFൻ്റെ ഒരു സ്വതന്ത്ര സ്ഥാനം സ്വീകരിച്ചുകൂടെ എന്ന് തോന്നിക്കൂടാകില്ല. ഇനി ഏറ്റവും ഒടുവിലായിട്ടൊരു ചോദ്യം, നിലമ്പൂരിനെ അടുത്ത് നിരീക്ഷിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും എന്ന നിലയിൽ എന്തായിരിക്കും ഇനി ക്ലൈമാക്സിൽ ഉണ്ടാകാൻ പോകുന്നത്? വരാൻ പോകുന്ന നീക്കങ്ങൾ, അൻവറിൻ്റെ നീക്കങ്ങൾ, UDFൻ്റെ നീക്കങ്ങൾ, LDFൻ്റെ നീക്കങ്ങൾ, അതെല്ലാം കൂടി പരിഗണിച്ച് അവിടുത്തെ ജനങ്ങൾ എന്ത് തീരുമാനിക്കും? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അവസാനമായി എന്തായിരിക്കും അന്തിമ വിധി എന്ന് തോന്നുന്നത്? ഇന്നലത്തെ സാഹചര്യത്തിൽ UDF തൂത്തുവാരുന്ന ഒരു വിജയമായിരുന്നു. അൻവർ തന്നെ പറഞ്ഞത് എൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ 10 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഇവിടെ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ്. അതായത് 2700 സീറ്റ് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 27,000 വോട്ടിന് അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും, LDFനെ തറപറ്റിക്കും, പിണറായി അവസാനിപ്പിക്കും, മരുമക്കത്തായ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ അൻവർ ഇന്ന് മാറി നിൽക്കുന്നത് കോൺഗ്രസ്സിന് സ്ഥിരം സംഭവിക്കുന്ന ഒരു നമ്മൾ ഫൈനൽ വിസിലിന് മുമ്പായിട്ട് ഒരു കാലിടറുന്നത് പോലത്തെ ഒരു സംഭവമാണ്. അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കോൺഗ്രസ്സിന് അവതാളത്തിലാവും. മൂന്നാം ഊഴത്തിന് ഒരു ചാൻസ് LDFന് കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിലുമാവും.